ടിപ്പു സുൽത്താനാണത്രേ ഈ കാണുന്ന മസ്ജിദിന്റെ ഒരു വാതില് നിർമ്മിച്ചു കൊടുത്തത്. നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ വടകര താഴങ്ങാടിയിലാണ് ഈ ഒരു പള്ളിയുള്ളത്. പേര് വടകര താഴങ്ങാടി ജുമാഅത്ത് പള്ളി. കാര്യമായിട്ടും മരത്തിൽ നിർമ്മിച്ചെടുത്ത പ്രൗഢഗംഭീരമായ മസ്ജിദ്. വ്യത്യസ്തമായ ഒരു മിനാരമാണ് ഈ ഒരു പള്ളിക്കുള്ളത്. കാര്യമായിട്ടും മരത്തിൽ തീർത്ത ഈ ഒരു പള്ളിയുടെ മിനാരം കാണുമ്പോൾ തന്നെ നമുക്ക് അത്ഭുതമാകും. ഈ പള്ളിക്ക് ഏകദേശം 600 വർഷത്തോളം പഴക്കമുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ അതിലേറെ വർഷങ്ങളുടെ പഴക്കം പള്ളിക്കുണ്ടെന്നും പറയപ്പെടുന്നു. ഇവിടെ ജുമാ ഖുതുബ നിർവഹിക്കുമ്പോൾ കുത്തിപ്പിടിക്കുന്ന വാള് ടിപ്പു സുൽത്താൻ സമ്മാനിച്ചതാണ് എന്നും വിശ്വസിക്കപ്പെടുന്നു. ടിപ്പു സുൽത്താന് ഏറെ അടുപ്പമുണ്ടായിരുന്ന ഒരു നാടാണ് വടകര. മസ്ജിദിന്റെ മുൻഭാഗത്തുള്ള ഈ പള്ളിക്കുളവും കടന്ന് വഴി മുന്നോട്ട് പോയാൽ മുൻവശത്ത് ഇവിടെ ഒരു 4 മുറി വാതിൽ കാണാം. ഈ വാതിലാണത്ര ടിപ്പു സുൽത്താൻ സമ്മാനിച്ചത് അല്ലെങ്കിൽ നിർമ്മിച്ചു കൊടുത്തത്. എത്ര ഭംഗിയിലാണ് ഈ പള്ളി നാട്ടുകാർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നോർക്കുമ്പോൾ നമുക്ക് അവരോട് ഒരു ആദരവൊക്കെ തോന്നും. മലബാർ മേഖലയിൽ ഇതുപോലെ സംരക്ഷിച്ചു നിർത്തിയ നിരവധി പള്ളികൾ ഇന്നും നമുക്ക് കാണാൻ കഴിയും, പ്രത്യേകിച്ച് ഉത്തര മലബാറിൽ. പള്ളിക്ക് ചുറ്റും കാണുന്ന ഇതുപോലുള്ള വാതിലുകളെ പണ്ടത്തെ എയർ കണ്ടീഷണറുകളാണ് എന്ന് പറയാം. പള്ളിയിൽ നിസ്കരിക്കാൻ വരുന്നവർക്ക് കാറ്റ് ലഭിക്കാതെ ചൂടും പുകയെടുക്കുന്ന ആ ഒരു അവസ്ഥ വരില്ല എന്ന് ചുരുക്കം. ഏതായാലും വലിയനാളും വെള്ളിയാഴ്ച ഒന്നിച്ചു വന്നിട്ടും പള്ളിയിൽ പോകാത്തവര് ഇത്തരം പള്ളികൾ കണ്ടാൽ ചിലപ്പോൾ ഒന്ന് കയറി നിസ്കരിച്ചിട്ടേ പോകൂ. ഇത്തരം പുരാതനമായ പള്ളികളിൽ ജിന്നുകളുടെ സാന്നിധ്യം ഉണ്ടാകും. ഇനി ആർക്കെങ്കിലും ആ കാര്യത്തിൽ സംശയമുണ്ടെങ്കിൽ രാത്രി ഒറ്റയ്ക്ക് പോയി ഇത്തരം പള്ളികളിൽ ഒന്ന് കിടന്നുറങ്ങിയോണ്ടി. ഇനി പള്ളിയുടെ അകത്തേക്ക് കയറി ചെന്നാൽ കാണുന്നത് ഏകദേശം 12ഓളം കൂറ്റൻ തൂണുകളാണ്. ഒറ്റത്തടിയിലാണ് ഈ തൂണുകളൊക്കെ നിർമ്മിച്ചിരിക്കുന്നത്. മസ്ജിദുകളിലെ ഇത്തരം ഭാഗങ്ങളെ പുറം പള്ളി എന്നാണ് വിളിക്കാറുള്ളത്. ഓരോ തൂണുകളും വ്യത്യസ്തമായ രീതിയിലാണ് കടഞ്ഞെടുത്തത് എന്ന് പറയാം. വളരെയധികം ആർട്ട് വർക്കുകളോടെയാണ് പുറം പള്ളി നിർമ്മിച്ചിരിക്കുന്നത്. ഇതുപോലുള്ള തൂണുകളും ഉത്തരവും ഒക്കെ നിർമ്മിക്കാൻ കഴിവുള്ള ആശാരിമാരെ ഇന്ന് നമ്മുടെ നാട്ടിൽ മഷിയിട്ട് നോക്കിയാൽ പോലും ഒരുപക്ഷെ കാണില്ല. ശരിക്കും 20-ാം നൂറ്റാണ്ട് വരെയുള്ള ആശാരിമാരെയൊക്കെയാണ് തച്ചന്മാരെന്ന് വിളിക്കേണ്ടത്. ഇന്നുള്ളവർ മോശക്കാരാണെന്നല്ല ഞാൻ പറഞ്ഞത്. ഇന്ന് മെഷീനറി ആയി, അതുകൊണ്ട് തന്നെ ആ ജോലി ആർക്ക് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ആദ്യമായി ലോകത്ത് ഹീബ്രു ഭാഷ സംസാരിച്ച പ്രവാചകൻ എന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്ന ഷീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് 50 ഏടുകൾ നൽകിയിരുന്നു. അതിൽ ഒരു ഏട് തച്ചു ശാസ്ത്രത്തെ കുറിച്ചുള്ളതായിരുന്നു. ഷീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രവർത്തന മേഖല ഔദ് എന്നൊരു പ്രദേശമായിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ ഔദാണത്രേ ഇന്നത്തെ അയോധ്യ. അപ്പോ തച്ചു ശാസ്ത്രം മനുഷ്യർക്ക് ആദ്യമായി പഠിപ്പിച്ചു കൊടുത്തത് ഷീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ സകല തച്ചന്മാരുടെയും പിതാവായ ഷീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇന്ത്യക്കാരനായിരുന്നു. ഈ കാര്യങ്ങളൊക്കെ ഞാനിവിടെ വെറുതെ പറഞ്ഞു എന്നുള്ളൂ കേട്ടോ, വേറൊന്നും വിചാരിക്കണ്ട. ഏതായാലും ഇരിക്കട്ടെ, ഭൗതിക കാര്യങ്ങൾ പള്ളിയിൽ വെച്ച് സംസാരിച്ചാൽ അവന്റെ 40 വർഷത്തെ അമലുകൾ നഷ്ടപ്പെടുന്നതാണ്. വെള്ളിയാഴ്ച ഖുതുബ നടക്കുന്ന സമയത്ത് സംസാരിച്ചാൽ അവന് ജുമാ ലഭിക്കുകയുമില്ല. ഈ 2 കാര്യങ്ങളും സകല പള്ളികളിലും വെച്ച് നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ നാട്ടുകാർ ഒരു മുന്നറിയിപ്പ് എന്ന നിലയിൽ ഇങ്ങനെ ഒരു ബോർഡ് ഇവിടെ വെച്ചത്. പള്ളിക്ക് മുന്നിലുള്ള ഒരു കെട്ടിടത്തിന്റെ അകത്ത് ഏതാനും ഖബറുകൾ സംരക്ഷിച്ചു നിർത്തിയിട്ടുണ്ട്. പള്ളിയുമായി ബന്ധപ്പെട്ട ആരുടെയെങ്കിലും ആവാം, അല്ലാഹു അഅലം. പള്ളിയുടെ കുളം, അതായത് പള്ളിക്കുളം ലേശം ചെറുതാണ്, വലിയൊരു കുളമൊന്നുമല്ല എന്ന്. വടകര താഴങ്ങാടി ഭാഗത്ത് വേറെയും പള്ളികൾ ഉള്ളത് കൊണ്ട് വടകര താഴങ്ങാടി വലിയ ജുമാഅത്ത് പള്ളി എന്നൊരു പേരും കൂടി ഈ പള്ളിക്കുണ്ട്. ഇന്ന് കാണുന്ന രീതിയിലുള്ള ഈ ഒരു പള്ളിക്ക് 200 വർഷത്തെ പഴക്കമാണ് ഉള്ളതെന്ന് പറയുന്നു. അതായത് 2 നൂറ്റാണ്ടുകൾക്ക് മുമ്പാണത്രേ ഇന്ന് കാണുന്ന രീതിയിൽ ഈ ഒരു പള്ളി പുനരുദ്ധാരണം ചെയ്തത്. എന്നാൽ ആദ്യമായി ഈ പള്ളി നിൽക്കുന്ന സ്ഥാനത്ത് പള്ളി നിർമ്മിച്ചത് മാലിക് ബിൻ ഹബീബ് റളിയല്ലാഹു അൻഹു ആണ് എന്നും അഭിപ്രായമുണ്ട്. അതായത് ഏകദേശം 1300 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇവിടെ പള്ളി നിർമ്മിച്ചിരുന്നു എന്ന അഭിപ്രായം കൂടിയുണ്ട്. പള്ളിയിൽ വള്ളിയും പുള്ളിയും ഇല്ലാത്ത കൂഫി അറബിക് ലിപിയിലുള്ള എഴുത്തുകൾ കാണാം. ഹിജ്റ 921 ഈ പള്ളി പുനർനിർമ്മിച്ചു എന്നാണ് ആ എഴുത്തുകളിലുള്ള ഒരു കാര്യം. എന്നാൽ ആ എഴുത്തുകളിലുള്ള ബാക്കി കാര്യങ്ങൾ ഡീകോഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. ഏകദേശം 8-10 ആളുകൾക്ക് ഇതിന്റെ മിനാരത്തിന്റെ അകത്ത് നിന്ന് വേണമെങ്കിൽ നിസ്കരിക്കാനുള്ള സൗകര്യമുണ്ട്. അതായത് അത്രക്കും വിശാലത മിനാരത്തിന്റെ അകത്തുണ്ട് എന്ന് സാരം. 5.54 ഏക്കർ സ്ഥലത്താണ് പള്ളിയും ഖബർസ്ഥാനും ഉള്ളത്. ഇന്തോ പേർഷ്യൻ രീതിയിലാണ് പള്ളിയുടെ നിർമ്മാണം. പള്ളി നിൽക്കുന്ന താഴങ്ങാടി പ്രദേശം വടകരയുടെ ഹെറിറ്റേജ് ടൗണും ഒരു കാലത്ത് പ്രധാനപ്പെട്ട ഒരു അന്തർദേശീയ വാണിജ്യ കേന്ദ്രവുമായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് വടകര താഴങ്ങാടി പള്ളിയുമായി ബന്ധപ്പെട്ട് ശേഖരിക്കാൻ കഴിഞ്ഞ വിവരങ്ങൾ എന്നും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.